അങ്ങനെ ഒരു 10-16 കിലോമീറ്റർ ഓടിച്ച് നമ്മൾ കൊച്ചിയിലെ ഇല കഫേയിൽ എത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ്, കഞ്ഞി, ലഞ്ച്, ഡിന്നർ എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ഇല എന്ന് പറയുമ്പോൾ ഗൈസ് നല്ല തിരക്കാണ്. നമ്മള് പക്ഷെ എന്തോ ഭയം കൊണ്ട് നമ്മൾ ചെന്ന് ഉടനെ തന്നെ നമുക്ക് സീറ്റ് അവർ തന്നു കേട്ടോ. നമ്മൾ എത്ര പേരാന്ന് പറഞ്ഞാൽ മതി, അവർ തന്നെ നമ്മളെ കയറ്റിക്കോളും ഉള്ളിലേക്ക്. അവിടെ ചെന്ന് രണ്ട് ചേട്ടന്മാരുടെ മുമ്പിലാണ് ഇരുന്നേ. അവര് നല്ല പോലെ ഫുഡ് തട്ടുമായിരുന്നു. നമ്മൾ ഓൾറെഡി ഗൂഗിളിലും എല്ലാം ഒന്ന് സെർച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ പോയത്. നല്ല അഭിപ്രായമൊക്കെയാണ്. പിന്നെ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതിന്റെ റീൽസുകളൊക്കെ. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ നമ്മളവിടെ എത്തി. ഒരു നെയ്മീൻ ഓർഡർ ചെയ്തു. നെയ്മീൻ ഗൈസ്, അതിന്റെ ഒരു പ്രസന്റേഷൻ തന്നെ അടിപൊളിയായിരുന്നു. സൂപ്പർ സാധനം. പിന്നെ നമ്മുടെ ചോറ്, ഇലയിലുള്ള ചോറ് എത്തി. ഇത് നെല്ലിക്ക അച്ചാറാണ് കേട്ടോ. അടിപൊളി സാധനമായിരുന്നു. അഖിക്ക് പിന്നെ ഒരു ലക്കുണ്ട്, നല്ല ഉടഞ്ഞു പോകാത്ത നല്ലൊരു നെല്ലിക്ക തന്നെ കിട്ടി. എനിക്കാണെങ്കിൽ പീസാ കിട്ടി. ഞാൻ ഇപ്പൊ വരും എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയത് പീസായി പോയി. സാരമില്ല. പിന്നെ ഒരു 3-4 കൂട്ടം കറികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി കപ്പയാണ്. അത് കണ്ടോ, ഇങ്ങനെ ഇങ്ങനെ കൊഴുത്തിരിക്കുന്നത് ആ ഒരു മഞ്ഞ സാധനം, ഈ മഞ്ഞ സാധനം ഇത് കപ്പയാണ് കേട്ടോ. അത് ഞാൻ റിയലൈസ് ചെയ്തത് പിന്നെയാണ്. അപ്പോൾ വീണ്ടും കുറച്ചും കൂടെ ചോദിക്കാന്ന് വിചാരിച്ചു. കാരണം ഈ മീനൊക്കെ ഉണ്ടല്ലോ ഇവർ തരുന്ന കറിയുടെ കൂട്ടത്തിൽ, ആ മീൻ കറിയും എല്ലാം ആ എരിവും കപ്പയൊക്കെ മിക്സ് ചെയ്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റ്. നല്ല പൂ പോലത്തെ ചോറാണ് ഗൈസ്. നിങ്ങൾ ഒന്നോട് വരണം കേട്ടോ. എനിക്കൊന്നു ഇതിന് 100 രൂപയാണ് അവരുടെ ഈ ഇല ചോറിന്. പിന്നെ അല്ലാണ്ട് നമ്മൾ വാങ്ങുന്ന ഈ നെയ്മീനൊക്കെ ഇല്ലേ, നെയ്മീന്, കക്ക ഇറച്ചി, ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഈ കൃത്യമായിട്ട് ഞങ്ങൾ എന്തൊക്കെയാ വാങ്ങിച്ചതെന്ന് പറയുവാണെങ്കിൽ, ഒന്ന് കക്ക ഫ്രൈ വാങ്ങിച്ചു, കക്ക ഇറച്ചി. പിന്നെ നെയ്മീൻ ഗീ ഫ്രൈ വാങ്ങിച്ചു. പിന്നെ ചെമ്മീൻ റോസ്റ്റ്. ഇത്രയല്ലേ നമ്മൾ വാങ്ങിച്ചത്? അതെ അതെ. പിന്നെ ഒരു പായസം കൂടി വാങ്ങിയായിരുന്നു. ശരിയാണ്. ഒരു പായസം കൂടെ വാങ്ങിച്ചായിരുന്നു. അത് സേമിയ പായസം കേട്ടോ. അതും സൂപ്പർ ആയിരുന്നു. നമ്മളത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോ അവര് പറഞ്ഞു പായസം അതിന്റെ നമ്മളിപ്പോഴേ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ചൂടാറിപ്പോവും, കുറച്ച് അത് പിന്നെ മതിയോ, അതിപ്പോ എടുക്കണോന്ന് ചോദിച്ചു. നമുക്ക് ഒരു സജഷൻ തന്നാണ്. അപ്പൊ ഞങ്ങൾ ചിന്തിച്ചു ശരിയാണ്, പായസം ലാസ്റ്റ് കുടിക്കാം, അത് ഇപ്പോഴേ എടുത്ത് വെച്ചാൽ എന്തായാലും ചൂട് പോവും, നമ്മൾ എന്തായാലും ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് അത് കുടിക്കത്തുള്ളൂ. സോ അങ്ങനെ നല്ലൊരു സർവീസ് ആയിരുന്നു കേട്ടോ. അവിടെ ഉള്ളവരൊക്കെ നല്ല കോപ്പറേഷൻ ആയിരുന്നു. ഐ മീൻ, നമുക്ക് ടൈം തന്ന് വേണ്ടതുപോലെ കൃത്യമായിട്ട് ഓരോന്നൊക്കെ എല്ലാം സെറ്റ് ആയിരുന്നു ഗൈസ്. അപ്പം ഇല ഞങ്ങൾ സജസ്റ്റ് ചെയ്യും, കാരണം അത്രയ്ക്ക് നല്ല ഒരു വൃത്തിയായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്, സോറി കഫേ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നി. പിന്നെ അവിടെ ഇത് മാത്രമല്ല ഉള്ള, ഈ ഇലയൂണ് മാത്രമല്ല ഉള്ള, അവിടെ കഞ്ഞി കിട്ടും, അതുപോലെ പഴങ്കഞ്ഞി കിട്ടും. ഞങ്ങള് ഈ ഇലയൂണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കറികളൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പോ ചട്ടിക്കകത്ത് നല്ല സൂപ്പറായിട്ട് സാധനം പോവാണ്. പഴങ്കഞ്ഞിയും കഞ്ഞിയും ആരൊക്കെയോ ഓർഡർ ചെയ്ത് ഞങ്ങളുടെ മുമ്പിൽ കൂടെ പോവാണ്. അപ്പം എല്ലാം കൂടെ എന്തായാലും നമ്മുടെ വയറ്റിനുള്ളിൽ കൊള്ളത്തില്ല. അപ്പം അതിന് വേണ്ടി തന്നെയായിട്ട് ഇനി ഒരു ദിവസം കൂടെ അവിടെ ചെല്ലാന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റ് ആണ്. ഈ ചില സ്ഥലത്തൊക്കെ ഞാൻ ചട്ടിച്ചോറ് കഴിച്ചപ്പോഴേക്കാ, ചട്ടിച്ചോറിലും ഇങ്ങനെ കറികളൊക്കെ കിട്ടുമല്ലോ, അത് ചട്ടിക്കകത്ത് ഇത് ഇലക്കകത്ത്. അപ്പൊ ഈ ചട്ടിച്ചോറിന്റെ അകത്ത് അരി കിട്ടുന്ന കറികൾക്കെല്ലാം ഒരേ ടേസ്റ്റ് പോലെ തോന്നിയിട്ടുണ്ട്, ഒരേ അരപ്പിന്റെ അകത്തിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ. പക്ഷെ ഇത് അങ്ങനെ ആയിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, അതിന് നമ്മൾ ശരിക്കും ആ ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് അവിടെ കിട്ടിയത്. എല്ലാത്തിനും അതിൻ്റെതായ ടേസ്റ്റ് ആയിരുന്നു. അല്ലാണ്ട് നമ്മളെ ആളെ പറ്റിക്കുന്ന പോലെ ഒരേ അരപ്പില് ഒരേ കറിക്കൂട്ടിന്റെ അകത്ത് ഇട്ടുണ്ടാക്കി എടുക്കുന്ന ഒരു സെറ്റപ്പ് അല്ല കേട്ടോ ഇത്. അപ്പം അവിടെ നല്ല തിരക്കാണ്. ആ തിരക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് എത്ര നല്ലൊരു സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന കടയാണെന്ന്. സോ ഗൈസ്, അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾ ഈ ഉണ്ണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ മനസ്സറിഞ്ഞുണ്ണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെ. ഞാൻ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യും. കാരണം ഞാൻ കഴിച്ചതിൽ എനിക്ക് ഒരു വൃത്തിയായിട്ട് തോന്നിയ ഒരു സദ്യയാണ് അത്. പിന്നെ അത് നമ്മൾ സംതൃപ്തിയോടെ കഴിക്കാന്ന് പറയത്തില്ലേ, അത് തന്നെ സംഭവം. പിന്നെ സെയിം, നിങ്ങൾ റൈസ് വീണ്ടും ചോദിച്ചാൽ തരും. നമ്മളെല്ലാ അസ് യൂഷ്വൽ അതെല്ലായിടത്തും ഉള്ള പോലെയൊക്കെ തന്നെ കറി വീണ്ടും ചോദിച്ചാൽ അത് തരും. നമ്മുടെ സ്പെഷ്യൽ കറിയല്ല കേട്ടോ, നമ്മുടെ ഊണിന്റെ കൂടെയുള്ള കറി, ചോറും ഊണും ഒക്കെ കിട്ടും. അപ്പം ലാസ്റ്റ് ഞങ്ങളുടെ ഇല ഇങ്ങനെയാണ് ഗൈസ്. അപ്പോൾ വീണ്ടും കാണാം. ബൈ.